Good evening, dear brothers and sisters. So glad to hear we are together to worship our God. സന്ധ്യാസമയം നമ്മൾ എല്ലാവരും ഒരുമിച്ചായിരിക്കുന്നതിൽ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. So I'll ask, dear brothers and sisters, how are you today? ഞാൻ നിങ്ങളോട് ചോദിക്കും, നിങ്ങൾ എല്ലാവരും എങ്ങനെയായിരിക്കുന്നു? How many voice did you hear every day? ഓരോ ദിവസവും എത്ര തരത്തിലുള്ള ശബ്ദങ്ങളാണ് നമ്മൾ കേൾക്കുന്നത്? I heard some brothers said, every day I hear my wife's voice. ഒരു സഹോദരൻ പറഞ്ഞു, ഞാൻ എല്ലാ ദിവസവും എൻ്റെ ഭാര്യയുടെ ഒച്ചയാണ് എപ്പോഴും ഇങ്ങനെ കേട്ടോണ്ട് നിൽക്കുന്നത്. Or some sisters said, complain like that. Every day I hear my children's voice. Really make me angry. ഒരു സഹോദരി പറഞ്ഞു, എപ്പോഴും എൻ്റെ മക്കളുടെ ശബ്ദമാണ് കേൾക്കുന്നത്, അത് പലപ്പോഴും എന്നെ ഇറിറ്റേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞു. So all of us every day can hear different voice in our life. Yeah? അങ്ങനെ ഒരു ദിവസം നമ്മൾ നോക്കിയാൽ പലരുടെയും പലതരത്തിലുള്ള ശബ്ദങ്ങൾ നമ്മുടെ കാതുകളിൽ വന്നെത്തുന്നു. But I ask you, do you hear God's voice? എന്നാൽ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത്, അതിൽ നിങ്ങൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കാറുണ്ടോ? Which voice is important? ഏത് ശബ്ദമാണ് ഏറ്റവും പ്രധാനമുള്ള ശബ്ദം? So today I am talking about hearing God's voice. അതുകൊണ്ട് ഈ സന്ധ്യാസമയം ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് നിങ്ങളോടുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. So in this world, the different voice always make you complain, make you worry, make you angry. ഈ ലോകത്തിൽ പലതരത്തിലുള്ള ശബ്ദങ്ങൾ കേൾക്കുമ്പോൾ നമ്മളോട് തന്നെ നമുക്ക് ദേഷ്യം തോന്നും, നമുക്ക് സങ്കടം തോന്നും, നമുക്കൊരു ഇറിറ്റേഷൻ തോന്നാം. But only our God voice will make you be a new life inside. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് വളരെ സമാധാനവും ആശ്വാസവും നമുക്ക് തോന്നും. So today we are here, we can say God's voice is very, very important in our life. അതുകൊണ്ട് ഈ സന്ധ്യാസമയം നമുക്ക് ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ദൈവത്തിന്റെ ശബ്ദം കേൾക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രാധാന്യമേറിയ ഒരു കാര്യമാണ്. But God every day, His voice talking to us, do we hear? എന്നാൽ ദൈവം എന്നും നമ്മളോട് സംസാരിക്കുന്നുണ്ട്, നമ്മൾ അത് കേൾക്കുന്നുണ്ടോ? So from the Genesis to the Revelation, and God always speak to His people. നമ്മൾ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ നോക്കിയാൽ നമുക്ക് ഒരു കാര്യം മനസ്സിലാകും, ദൈവം മനുഷ്യനോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. We can see in John chapter 10 verse 27 said, my sheep listen to my voice. I know them and they follow me. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായം 27-ാം വാക്യം പറയുന്നത്, എന്റെ ആടുകൾ എന്റെ ശബ്ദം കേട്ട് എന്നെ അറിയുന്നു. So we are God's sheep. We listen to His voice. നമ്മളാണ് ദൈവത്തിന്റെ കുഞ്ഞാടുകള്, നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ സാധിക്കും. But not only today, also in the past. ഇന്ന് മാത്രമല്ല, കഴിഞ്ഞ നാളുകളിലും ദൈവശബ്ദം ജനം കേട്ടിട്ടുണ്ട്. So in the past, God already spoke to His people. നമ്മൾ നോക്കിയാൽ ദൈവം തന്റെ ജനത്തോട് മുന്നമേ സംസാരിച്ചിരുന്നു. But today's God still talking with us. എന്നാൽ ഇന്നും ദൈവം നമ്മളോട് നിരന്തരം സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. Like Psalm 29 verse 4 said, the voice of the Lord is powerful. The voice of the Lord is majesty. സങ്കീർത്തനം 29-ാം അധ്യായം അതിന്റെ 4-ാം വാക്യം പറയുന്നത്, ദൈവത്തിന്റെ ശബ്ദം വളരെ ശക്തമായ ശബ്ദമാണെന്നാണ് പറയുന്നത്. So God's voice is in here, is in our life, is in our family. ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ മധ്യയുണ്ട്, ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ കുടുംബങ്ങളിലുണ്ട്.
So how do we recognize God's voice? നമുക്ക് എങ്ങനെയാണ് ദൈവത്തിന്റെ ശബ്ദം തിരിച്ചറിയാൻ സാധിക്കുന്നത്? First, cultivate a close relationship with our God. ഒന്നാമത്തെ കാര്യം, ദൈവവുമായിട്ട് നമുക്ക് ആഴമേറിയ വ്യക്തിപരമായ ഒരു ബന്ധമുണ്ടായിരിക്കണം. Because Jesus said, I am the good shepherd. I know my sheep, and my sheep know me. നമ്മൾ വായിക്കുന്നത് ദൈവം ഇങ്ങനെ പറയുന്നു, ഞാൻ നല്ല ഇടയനാകുന്നു, എന്റെ ആളുകൾക്ക് എന്റെ ശബ്ദം അറിയുന്നു എന്ന് പറയുന്നു. And second, this is God's voice. ആമേൻ. രണ്ടാമതായിട്ട് ദൈവത്തിന്റെ വചനം തന്നെയാണ് ദൈവത്തിന്റെ ശബ്ദം. So do we read it every day or every month or every year? ദൈവത്തിന്റെ ഈ ശബ്ദം നമ്മൾ എല്ലാ ദിവസവും വായിക്കാറുണ്ടോ, ആഴ്ചയിൽ വായിക്കാറുണ്ടോ, മാസത്തിൽ വായിക്കാറുണ്ടോ, വർഷത്തിൽ വായിക്കാറുണ്ടോ? So here's is God's words. We need every day to remember His word. ആമേൻ. നമുക്ക് ഓരോ ദിവസവും ദൈവത്തിന്റെ വചനം അറിയണമെങ്കിൽ ദൈവവചനം വായിക്കുകയും ദൈവം ആരാണെന്നും നമ്മൾ തിരിച്ചറിയുകയും ചെയ്യണം. Because all of Bible is God's words, is God's voice to us. ആമേൻ. നമ്മൾ നോക്കിയാൽ വേദപുസ്തകം മുഴുവൻ ദൈവത്തിന്റെ ശബ്ദമാണ്, ദൈവത്തിന്റെ വചനമാണ് നമ്മളോട് സംസാരിക്കുന്നത്. So God's voice can bring a peace inside in our heart. ദൈവത്തിന്റെ ശബ്ദത്തിന് നമ്മുടെ ഹൃദയങ്ങളിൽ, നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനം കൊണ്ടുവരാൻ സാധിക്കും. We know this world not good. People always worry their job, always worry their life, also always worry their health. നമുക്കറിയാം, ഈ ലോകത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ പല പ്രശ്നങ്ങൾ നമുക്കുണ്ട്. ജോലിയെ കുറിച്ചുള്ള ആകുലതകളുണ്ട്, ജീവിതത്തെ എങ്ങനെ ജീവിക്കും, ഭാവിയെ കുറിച്ചുള്ള ആകുലതകൾ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. But God's voice, God's words is peace in our side. ആമേൻ. എന്നാൽ ദൈവത്തിന്റെ ശബ്ദം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് നമുക്ക് സമാധാനം നൽകും. So that's why Jesus said, peace I leave with you, my peace I give you. I do not give to you as the world gives. നമുക്കറിയാം, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകുന്നു, ലോകം തരുന്ന സമാധാനം പോലെയല്ല, നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത് എന്ന് വായിക്കുന്നു. So God gave us is different this world gave us. അതുകൊണ്ട് ദൈവം നമുക്ക് നൽകുന്ന സമാധാനം ലോകം തരുന്ന സമാധാനത്തെക്കാൾ വ്യത്യസ്തമാണ്. Second is prayer. Do we pray every day? രണ്ടാമത്തെ കാര്യം പ്രാർത്ഥനയാണ്. നമ്മൾ എല്ലാ ദിവസവും പ്രാർത്ഥിക്കാറുണ്ടോ? If we pray more, God will release more to us. ആമേൻ. നമ്മൾ ഒരു നേരം ജാഗരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം അധികമായി നമുക്ക് നൽകും. So that's why we don't need anxious, don't need worry, because God with us. നമ്മൾ ഒന്നിനെ കുറിച്ച് ഭാരപ്പെടരുത്, ഒന്നിനെ ചൊല്ലി നമ്മൾ ആകുലപ്പെടരുത്, കാരണം ദൈവം നമ്മോട് കൂടിയുണ്ട്. So if we hearing the God's voice, the bless will coming. നമുക്ക് ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാൻ കഴിയുമെങ്കിൽ നമുക്ക് നമ്മുടെ ജീവിതം കുറച്ചുകൂടി ധൈര്യമായിട്ട് മുൻപോട്ട് ജീവിക്കുവാൻ കഴിയും. So this bless, first of all, from your heart, you will get the guidance. നമ്മൾ ആദ്യമായി നോക്കേണ്ടത്, നമ്മൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൽ നിന്ന് നമുക്ക് മാർഗം, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ യാത്ര ചെയ്യണം എന്നുള്ള ഒരു കാഴ്ചപ്പാടുണ്ടാകും. Like Isaiah 13 verse 21 said, whatever you turn to the right or to the left, your ears will hear a voice behind you saying, this is the way, work in it. യെശയ്യാവിന്റെ പ്രവചനത്തിൽ പറയുന്നത് പോലെ, നിങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയണം, എങ്ങോട്ട് തിരിയണം എന്ന് ദൈവത്തിന്റെ ആത്മാവ് വ്യക്തമായി നമ്മളോട് സംസാരിക്കും. So God give us as a guardian to us. അതുകൊണ്ട് ദൈവം നമുക്ക് തീർച്ചയായും ഏത് വഴിയിൽ കൂടി പോകണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു തരും. So hearing God's voice, you will get strength. നമ്മൾ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുമ്പോൾ നമുക്ക് ബലം ലഭിക്കുന്നു.
Like Isaiah 14 verse 31. But those who hope in the Lord will renew their strength. യെശയ്യാവിന്റെ പ്രവചനം 40-31 വായിക്കുന്നത്, എന്നാൽ യഹോവയിൽ കാത്തിരിക്കുന്നവർ അവർ ശക്തിയെ പുതുക്കും. So whatever today's your living conditions, your health problems, don't worry. ഇത് നിങ്ങളുടെ സാഹചര്യം എന്തു ആയിക്കോട്ടെ, നിങ്ങൾക്ക് ഭാരമാണെങ്കിൽ ശാരീരിക രോഗങ്ങളാണെങ്കിലും ദൈവം നിങ്ങളെ കരുതും. Pray and listening to our God. ആമേൻ. നമ്മൾ പ്രാർത്ഥിക്കുകയും ദൈവം പറയുന്നത് നമ്മൾ കേൾക്കുകയും വേണം. God will give you the strength in your heart. ദൈവം നമ്മുടെ ഹൃദയത്തിൽ ആവശ്യമായ ബലം പകർന്നു നൽകും. Third, if we hearing God's voice, your life will be changed. മൂന്നാമതായിട്ട് നമ്മൾ ദൈവശബ്ദം കേട്ടാൽ നമ്മുടെ ജീവിതം ദൈവം മാറ്റും. Yeah. So in Romans chapter 12 verse 2 will say, when God bless you, listening to the voice, your life be changed. റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിൽ വായിക്കുന്നത്, നിങ്ങൾ ദൈവവചനം ശ്രവിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം ദൈവം മാറ്റും. Why we today in here? നമ്മൾ എന്തുകൊണ്ടാണ് ഇന്ന് ഇവിടെ ആയിരിക്കുന്നത്? Dear brothers and sisters, പ്രിയ സഹോദരി സഹോദരന്മാരെ, we are here because we are Christian. നമ്മൾ ഇവിടെ ആയിരിക്കുന്നത് നമ്മൾ ക്രിസ്ത്യാനികളായതുകൊണ്ടാണ്. Because our life inside will be different. കാരണം നമ്മുടെ ജീവിതം ഉള്ളിൽ നിന്ന് നമ്മൾ വളരെ വ്യത്യസ്തരാണ്. Because God changed our life. കാരണം ദൈവം നമ്മുടെ ജീവിതത്തെ മാറ്റിയതുകൊണ്ടാണ്. So God changed our inside. We are different from outside the world, from outside the world, other people. അതുകൊണ്ട് ദൈവം നമ്മുടെ ജീവിതം, നമ്മുടെ ഹൃദയം മാറ്റിയതുകൊണ്ട് നമ്മൾ ലോകത്തിലുള്ള മനുഷ്യരെ പോലെയല്ല, നമ്മൾ വ്യത്യസ്തരാണ്. So dear brothers and sisters, we need listening to our God. അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ, നമ്മൾ ദൈവശബ്ദം കേൾക്കണം. To hearing His voice. നമ്മൾ ദൈവശബ്ദം കേൾക്കണമെങ്കിൽ His voice will change your life, change your family. ആമേൻ. ദൈവശബ്ദം നമ്മൾ കേട്ടാൽ അത് നമ്മുടെ ജീവിതത്തെ മാറ്റും, നമ്മുടെ കുടുംബജീവിതത്തെ ദൈവത്തിന്റെ ശബ്ദം മാറ്റും. Will change your children. നമ്മുടെ മക്കളിൽ രൂപാന്തരം വരുത്തും. Change your condition. നമ്മുടെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തും. Change your problems. നമ്മുടെ പ്രശ്നങ്ങളെ മാറ്റിത്തരും. Make you strength. നമുക്ക് ദൈവം ബലം പകർന്നു നൽകും. Our God is with all of you. കാരണം നമ്മൾ ആരാധിക്കുന്ന ദൈവത്തെയാണ്, നമ്മൾ വലിയവനായ ദൈവത്തെയാണ് ആരാധിക്കുന്നത്. Our God love you. കാരണം ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. He want you listen to Him. ദൈവം ആഗ്രഹിക്കുന്നത് നമ്മൾ എപ്പോഴും ദൈവത്തെ കേൾക്കണം എന്നാണ്. This is our God. ഇതാണ് നമ്മുടെ ദൈവം. We need hearing His voice every day. നമ്മൾ അതുകൊണ്ട് എല്ലാ ദിവസവും ദൈവത്തിന്റെ ശബ്ദം നമ്മൾ കേൾക്കണം. From our heart, our souls. നമ്മുടെ ഹൃദയത്തിൽ നിന്ന്, നമ്മുടെ ഉള്ളിൽ നിന്ന് നമ്മൾ ദൈവശബ്ദം കേൾക്കണം. God bless you, dear brothers and sisters. ആമേൻ. ദൈവം നമ്മളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.